പോയിന്റ് ഓഫ് വ്യൂസ് ആണ്. ഒന്ന്, ഇതൊരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിസൾട്ട് ആയിട്ട് സംഭവിച്ച ഒരു കലാമിറ്റി എന്നൊരു ആർഗ്യുമെന്റ്. സെക്കൻഡ്, ഇതൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കാരണം സംഭവിച്ച ഒരു കലാമിറ്റി എന്നുള്ളത്. അതിൽ ഏതാണ് അക്കോർഡിംഗ് ടു യു ഇത് എന്താണ്? ഇതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണോ എന്നുള്ളതാണ് ചോദ്യം. So I can frankly say that it is not a human induced landslide. 2018 ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഏതാണ്ടുള്ള എല്ലാ ഉരുൾപൊട്ടലുകളിലും ഞാൻ സയൻറ്റിഫിക്കലി അഡ്മിനിസ്ട്രേറ്റീവ്ലി ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 2018 കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് അത് ഒരു കണക്കും വന്നിട്ടില്ല കേട്ടോ പുറത്ത്. ബട്ട് ആ കണക്ക് സർക്കാരിൻ്റെ കൈവശം തന്നെ ഉണ്ട്. UNEP സ്പോൺസർ ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്നും NRC, ഈ പറഞ്ഞ NRC ഉണ്ട്, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്ലസ് KSDMA, ദെൻ ഫ്രം അബ്രോഡ് യൂണിവേഴ്സിറ്റി ഓഫ് ട്വൻറ്റി നെതർലാൻഡ്സ്. അവർക്കാണ് ഫണ്ടിങ് കിട്ടിയത് UNEPയുടെ. അപ്പം വി ക്രിയേറ്റഡ് ആൻ ഇൻവെൻട്രി 2018 പ്രളയത്തോടനുബന്ധിച്ചിട്ടുണ്ടായിട്ട് ഉരുൾപൊട്ടലുകളുടെ എണ്ണം എത്ര എന്നുള്ളത് ഞെട്ടിപ്പോകും. 4726 ലാൻഡ് സ്ലൈഡ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്ന ഇന്ത്യയിൽ മൊത്തം ഉരുൾപൊട്ടൽ 2018 ശേഷം എത്ര ഉണ്ടായെന്ന് കഴിഞ്ഞാൽ 5000 എന്നൊക്കെ പറയും. പക്ഷേ 2018 മാത്രം കേരളത്തിലുണ്ടായത് 4726 ലാൻഡ് സ്ലൈഡ്സാണ്. അതിൽ ചെറുതും വലുതുമുണ്ട്, എല്ലാം വലുതെന്നല്ല. അപ്പം അതിൽ പകുതിയോളം ഇടുക്കിയിലായിരുന്നു. 2223 ലാൻഡ് സ്ലൈഡ്സ് ഇടുക്കിയിലായിരുന്നു സംഭവിച്ചത്, ഇടുക്കി മാത്രം. അതിലും പകുതി ഇടുക്കിയിലുള്ള ഉൾവനങ്ങളിലായിരുന്നു. അതിനെയൊക്കെ നമ്മൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? മനുഷ്യനിർമ്മിതം മാത്രമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലായിരുന്നുവെങ്കിൽ ഇത് മെയ് മാസത്തിൽ കാണണം, ഏപ്രിൽ മാസത്തിൽ കാണണം, മാർച്ച് മാസത്തിൽ കാണണം, ഇതെല്ലാം കാണണം. നമ്മുടെ 99.9% ലാൻഡ് സ്ലൈഡ്സും ജൂൺ തൊട്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ മഴയാണ് യഥാർത്ഥത്തിലുള്ള ട്രിഗറിങ് ഫാക്ടർ. പക്ഷേ ഈ 2018 ശേഷം നമ്മൾ കാണുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മഴ തുച്ഛമായിട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ മാത്രം കൺസ്ട്രെയിൻ ചെയ്ത് നിൽക്കുന്നതിനാൽ ഒരുമിച്ച് ഒരു ഹൈ ക്വാണ്ടിറ്റി റെയിൻഫോൾ ഒരു പ്രതലത്തിൽ വീഴുമ്പോൾ അതിനെ നമ്മൾ റീചാർജ് എന്ന് പറയേണ്ട സർചാർജ് എന്ന് പറയും. മേ ബി അതിനെ ഒരുമിച്ച് ആ സോയിലിനെ സോക്ക് ചെയ്തിട്ട്, അപ്പം ഈക്വൽ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ആണ്. ഒരേ സ്ഥലത്ത് ഈക്വൽ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസുള്ള റെയിൻഫോൾ ഉണ്ടാകാൻ നേരത്ത് അത്രയും ഏരിയ ഒരുമിച്ച് പൊട്ടി അടർന്നു വരുന്ന പ്രതിഭാസമാണ് കാണുന്നത്. ഈ മുണ്ടക്കയിൽ 2019 ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞ് ഉരുൾപൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അവിടെ ഇപ്പോഴത്തെ ഏരിയ, സർഫസ് ഏരിയ, ആ ഏരിയയിൽ ഒരുമിച്ച് ഹൈ ഇൻറ്റൻസിറ്റി റെയിൻഫോൾ കിട്ടുകയും അത് ഒരുമിച്ച് പൊട്ടുകയും. പക്ഷേ ഇതെല്ലാം നേരത്തെ പറഞ്ഞത് കണക്കനുസരിച്ച് ഹൈ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ സോൺ, ഹസാർഡ് സോൺ എന്ന് പറയില്ല, ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ സോൺ, ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായിട്ട് ഇപ്പം ഒരു 100 കണക്കിനുള്ള ഉരുൾപൊട്ടൽ സാധ്യത മാപ്പുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമേ ഇന്ത്യയിൽ എവിടെയായിരുന്നാലും ഈ 100%ത്തിലും എല്ലാ മാപ്പിലും ഇത് ഉരുൾപൊട്ടൽ സാധ്യത മേഖല മാപ്പായിട്ട് തന്നെയാണ് അത് മേപ്പാടി കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇല്ല. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എല്ലാവർക്കും പ്രവചിക്കാം, പക്ഷെ ഉരുൾപൊട്ടൽ ഒഴുകി വരുന്നത് എവിടെയാണെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല. ഒരു ഏറ്റവും വലിയ ഉദാഹരണം പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്ത് തന്നെയാണ്. ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ ഞാൻ ആ ഫിഗർ ഞാൻ ഷെയർ ചെയ്തു ഒരു രണ്ട് ദിവസം മുമ്പ്. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ അതുണ്ടായി, പക്ഷേ ലായങ്ങളെല്ലാം ഇരുന്നത് ഉരുൾപൊട്ടൽ സാധ്യതാ മാപ്പിൽ ഏറ്റവും സേഫർ ആയിട്ടുള്ള സോണിലാണ്. അപ്പോൾ അത്രയും സാധനം ഒലിച്ചു വന്ന് ഈ ലായമെല്ലാം നശിച്ചു. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖല അല്ല പെട്ടിമുടി ടൗൺഷിപ്പും ചൂരൽമലയും, പക്ഷെ ആ സ്ഥലത്താണ് നമുക്ക്. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഇൻ അഡീഷൻ ടു ഈ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പിനും, അതായത് ഉരുൾപൊട്ടൽ സാധ്യത മാപ്പുകൾക്ക് പുറമെ ഒരു ഉരുൾപൊട്ടൽ റൗട്ട് മാപ്പാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യം. അതായത് ഇത്ര വോളിയം വന്നാൽ അവിടുത്തെ സോയിലിൻ്റെ കനം എത്രയാണ്, ആ സോയിലിൻ്റെ കനം എത്ര മഴ കൊണ്ടിരുന്നാൽ അത് തകരും, അത് തകർന്നു കഴിഞ്ഞാൽ എത്ര വോളിയം ഓഫ് സോയിലായിരിക്കും അവിടെ നിന്ന് ഡിറ്റാച്ച് ആകുന്നത്, അത്രയും ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെടുക്കുന്ന റൗട്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ട സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. നമ്മൾ ഭയങ്കര അഭിമാനകരമായിട്ട് പറയുന്ന പല ഓർഗനൈസേഷൻസും, ഏത് ഓർഗനൈസേഷനാണ്, നമുക്ക് ബേസ് ഡേറ്റ, നമുക്ക് 1 മീറ്ററിൽ കിട്ടാൻ പറ്റാവുന്ന ഒരു ഉപഗ്രഹ ചിത്രം നമുക്കില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും മോഡൽ ചെയ്യണമെങ്കിൽ ദ റോ ഡേറ്റ, ദ ബേസ് ഡേറ്റ ഷുഡ് ബി ഗിവൺ ബൈ ദ ബേസ് ലൈൻ ഓർഗനൈസേഷൻസ്. അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് 1 മീറ്റർ റെസൊല്യൂഷനിലുള്ള ഡിജിറ്റൽ എലിവേഷൻ മോഡലോ 1 റെസൊല്യൂഷനിലുള്ള ഒരു ഉപഗ്രഹ ചിത്രമോ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മോഡലിങ്ങും നമ്മുടെ പ്രവചനവും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരും. സോ ഐ ക്യാൻ ഫ്രാങ്ക്ലി എനിക്ക് കൂളായിട്ട് പറയാൻ പറ്റും, മനുഷ്യ നിർമ്മിതമല്ല ഇപ്പോഴും നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്. അല്ലെങ്കിൽ ഇത് ഒരു എന്താ പറയുക, ഒരു കെട്ടിടത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ ഒരു റോഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഒരു ഡാമിൻ്റെ സൈഡിലോ ആണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ഇടപെടൽ ഇതുവരെയും സ്വാധീനിച്ചിട്ടില്ല എന്നല്ല. ബട്ട്
ഒരു സ്റ്റഡിയും മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസ് എത്രയാണ് ഒരു ഉരുൾപൊട്ടൽ എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സൂപ്പർഫിഷ്യലി എല്ലാവരും പറയും അവിടെ റോഡുണ്ട്, ഇവിടെ റോഡുണ്ട്, ഇവിടെ ഉണ്ട്, ഇതുകൊണ്ടാണെന്നുള്ളത്. അഫ്കോഴ്സ് അതൊക്കെ കാരണങ്ങൾ തന്നെയാണ്, പക്ഷെ ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അത് വരുന്നിടത്തോളം കാലം നമുക്ക് മനുഷ്യൻ്റെ ഇടപെടലിനെ മാത്രം നമുക്ക് പറയാൻ പറ്റും. ഡോക്ടർ സജിൻ പറഞ്ഞതൊരു വാലിഡ് പോയിന്റ് ആണ്. ഇപ്പൊ ഡോക്ടർ ശ്രീധർ പറഞ്ഞതിന്റെ നേരൊരു ഓപ്പോസിറ്റ് വ്യൂ ആണ് അവിടെ നിന്ന് കേട്ടത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു വാലിഡ് പോയിന്റ്, ഈ ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡ് എന്തുകൊണ്ട് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഉണ്ടായില്ല എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? ബിക്കോസ് യു സേ ദിസ് ഇസ് മോസ്റ്റ്ലി ഇത് ഹ്യൂമൻ ഇന്റർവെൻഷന്റെ റിസൾട്ട് കൊണ്ടാണ് എന്ന് വാദിക്കുന്ന ഒരാൾ ആയതുകൊണ്ടാണ് ഈ ചോദ്യം. എന്തുകൊണ്ട് ഈ മാസങ്ങളിൽ ഉണ്ടായില്ല? ഈ മഴ പെയ്യുന്ന ജൂണിലും ജൂലൈയിലും ലാൻഡ് സ്ലൈഡ്സ് കൂടാനുള്ള കാരണം എന്തായിരിക്കും? ഓക്കെ, ലെറ്റ്സ് ബി വെരി ക്ലിയർ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. So I don't have a conflict with Dr. Sajjan. I agree with it. Your argument was No, for no, no. human intervention ആണ് ഇതിന്റെ ഒരു റീസൺ എന്നുള്ളതായിരുന്നു ശ്രീധരന്റെ argument. No. Let's not say that. See, ഇത് ഭയങ്കര nuanced ആണ്. I have to be very careful here. Because I personally am somebody with absolutely great respect for what the science and scientists say. അപ്പോൾ ഞാൻ സമ്പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. കവളപ്പാറയിൽ നടന്നിട്ടുള്ളതിൽ ദർ ആർ സ്റ്റഡീസ്. അത് കഴിഞ്ഞ്, കാരണം നമ്മൾക്ക് പ്രവചിക്കാനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് അസസ്മെൻറ്റ്സ് ഒന്നും നടത്താൻ പറ്റില്ല. കവളപ്പാറയിൽ നടന്നത് ശാസ്ത്രീയമായി പഠിച്ചിട്ട് തന്നെയാണ് അവർ പറയുന്നത്. ദർ മസ്റ്റ് ഹാവ് ബീൻ ഈ ക്വാറികളുടെ ഇമ്പാക്റ്റ് ഉണ്ടാവാം എന്ന് പറയുന്നത്. പെട്ടിമുടി അല്ല, മറ്റേ നമ്മുടെ പെട്ടിമുടിയിൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇപ്പുറത്ത് ഈ പുത്തുമലയിൽ അങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ പറയുന്നില്ല. ഇത് കാരണമാണ്, അതായത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കാരണമാണെന്ന് പറയുന്നില്ല. ഇവിടെയും അത് പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഓൺ ദ പോസിബിൾ കോസസ് ആസ് ടു വൈ ദിസ് ഹാപ്പൻ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നോ ഗാഡ്ഗിലിനെ കോട്ട് ചെയ്യുന്നത് ഐ ഡോണ്ട് എൻഡോസ് ദാറ്റ് പൊസിഷൻ. ദാറ്റ് സി ബ്ലാങ്കറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജ്ഞാനപീഠ അവാർഡ് വിന്നർ ക്ലൈമറ്റ് ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന അമിതാഭ് ഘോഷ് എന്താ പറഞ്ഞത്? അമിതാഭ് ഘോഷ് came up with something very stupid, completely wrong. He said, I think in വയനാട് ഈ വിൻഡ് മിൽസ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് ഇത് ദൂരെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഇസ് നോട്ട് ദി അപ്രോച്ച് അറ്റ് ഓൾ. അപ്പോൾ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. There can be many reasons as to why this can happen. ഇവിടെ നടന്നിട്ടുള്ളത് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവിടെ നടന്നിട്ടുള്ളതിനകത്ത് ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷണൽ ഇഷ്യൂ ഇല്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. വാട്ട് ഐ സെഡ് ഇസ് ദാറ്റ് വൈൽ ദാറ്റ് ഈസ് നോട്ട് ദെയർ, കാഷ്വാലിറ്റി ഇത്രയും ഇൻക്രീസ് ചെയ്യാനുള്ളൊരു കാരണം ഒരു ഹ്യൂമൻ അതായത് നമ്മൾക്ക് എക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പിന്നെയും സസെപ്റ്റബിൾ ആണെന്ന് എല്ലാ റിപ്പോർട്ടുകളും പറയുന്ന സ്ഥലത്തിൽ 2019 ഇവിടെ ഒരു ഇനിഷ്യൽ ഇത് നടന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വലിയൊരു ഇത് നടന്നിട്ടുണ്ട്. അപ്പം തൊട്ട് നമ്മൾ സംസാരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടത് നോക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ട്, ഇതിനൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവണമെന്നും ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ടാവണമെന്നും ഇവാക്വേഷൻസ് പ്ലാൻ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് മരണങ്ങൾ സംഭവിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാഷ്വാലിറ്റി ഹാപ്പൻഡ് purely because of human error. The landslide per se may not be because of ഈ കേസിൽ doesn't look like because of human, in any human intervention. പക്ഷേ there is a legacy of issues there which people should not forget. I mean, എനിക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റ് ആയാലും ഒരു മിനിമം ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് മാത്രം ഇതിനെ കാണാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദർ ഇസ് എ ലീഗസി ഓഫ്, അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റയൊക്കെ മുമ്പോട്ട് വച്ചത്. കാരണം ഇവിടുത്തെ ഒറിജിനൽ വെജിറ്റേഷൻ എന്തായിരുന്നു അതിനെയൊക്കെ പിടിച്ചു നിർത്തി വെച്ചിട്ട് ആ വെജിറ്റേഷനുള്ള ചേഞ്ച് കഴിഞ്ഞ 50 വർഷത്തിൽ ഫോറസ്റ്റിനകത്താണെങ്കിൽ പോലും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ലീഗസി ഓഫ് ഇഷ്യൂസ് ഇങ്ങനെ ഒരു മഴ വരുമ്പോഴത്തേക്കും പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലാവണം എന്നില്ല. ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഡെപ്തിൽ പഠിച്ചേ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് പറയുമ്പോൾ മനുഷ്യനാണോ മനുഷ്യനല്ലയോ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ആ ഏരിയയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ഐ ഗിവ് യു എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഹിയർ.
ടൂറിസം ഇൻ്റർവെൻഷൻസ് മേപ്പാടിയിൽ ഭയങ്കര കൂടുതലാണ്, വളരെ കൂടുതലാണ്. അത് ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്നുള്ള ആൾക്കാർ ഒഴുകി പോയിട്ടുള്ള ഇപ്പോൾ ഡോക്യുമെൻ്റഡ് ആണ് ഇപ്പോൾ ഈ കേസിൽ. ആരാണ് അത്രയും ടൂറിസം ഇൻ്റർവെൻഷൻസ് അവിടെ അലോ ചെയ്തത്? ഇത്രയും കൺസ്ട്രക്ഷൻസ് അവിടെ സമ്മതിച്ചത് ആരാണ്? അത് ആ കൺസ്ട്രക്ഷൻസ് ചിലപ്പോൾ മിഡ്ലാൻഡ് അതിൻ്റെ പകുതി വഴിയിലായിരിക്കാം, ഈ സ്ഥലത്തൊന്നും ആവണമെന്നില്ല. പക്ഷേ അത്രയുമൊക്കെ ഇൻ്റർവെൻഷൻസ് ചെയ്തത് കൊണ്ടാണ് ഈ കാഷ്വാലിറ്റി കൂടുന്നത് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണ്ടേ? ഡാമേജ് കുറയ്ക്കാമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, വെൻ പീപ്പിൾ സേ ദാറ്റ് അത് ഐ വാണ്ട് പീപ്പിൾ ഇൻക്ലൂഡിങ് സയൻറ്റിസ്റ്റ് to be very, very objective and clear in saying what they have to say. ബ്ലാങ്കറ്റ് ആയിട്ട് ഇത് മഴ കൊണ്ട് മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി you will fall into the trap of what the government of Kerala wants to put out as a political statement. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, right? So we should be objective in saying that climate change happens because of human intervention. The particular landslide here happened because of the rains and intense rains and over precipitation and oversaturation or supersaturation and other conditions of soil, etc. The casualties happened because of human error എന്ന് പറയാം. അത്രയും ഒബ്ജക്റ്റീവ്ലി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു ന്യായീകരണമായിട്ട് മാത്രം നിന്ന് കളയും. അതേസമയം സയൻറ്റിസ്റ്റ് ന്യായീകരിച്ചു എന്നല്ല, അവർ ശാസ്ത്രമാണ് പറയുന്നത്. പക്ഷേ they can get into this trap that people really want. ഒരുപാട് ആൾക്കാർക്ക് ഇത് കേൾക്കണമെന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ടും ഒരു ക്ലൈമറ്റ് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലൈമറ്റ് ഇമ്പാക്റ്റിന് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് അല്ല പ്രകൃതി ഇൻഡ്യൂസ്ഡ് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അറബിക്കടലിൽ ഒരു ചൂടാവൽ പ്രക്രിയയുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഹീറ്റപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചുഴലിക്കാറ്റടക്കം ചില പ്രതിഭാസങ്ങൾ കൊണ്ടാണ് ഈ വലിയ ക്ലൗഡ്സ്, ടവറിങ് ക്ലൗഡ്സ് 8 to 10 kilometers 12 kilometers ഹൈറ്റിൽ ടവറിങ് ക്ലൗഡ്സ് ഉണ്ടാവുന്നതെന്നും ഫ്ലാഷ് ഫ്ലഡ്സും ക്ലൗഡ് ബേഴ്സും അതേപോലെ കണ്ടിന്യൂസ് ഇൻറ്റൻസ് റെയിൻസ് ഇൻ ഷോർട്ട് ഡ്യൂറേഷൻസ്. ഇപ്പോൾ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 1 ജൂലൈ 31 ഇടയ്ക്ക് നമ്മുടെ ഹ്യൂം സെൻറ്റർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള അവരുടെ റെയിൻ ഗേജസിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ലോക്കൽ ഡേറ്റ നമുക്ക് IMD ഡേറ്റ അല്ല. IMD ഡേറ്റയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓൾമോസ്റ്റ് ജനറിക് ലെവലിലാണ് പോകുന്നത്. ഒരു ഏരിയ ഡിസ്ട്രിക്റ്റിലൊക്കെ സംഭവിക്കുന്നത്. അതും ഇത്രയും ഗേജസ് വെച്ചിട്ടൊന്നും അല്ല അവർ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി അത് പറ്റൂല നമുക്ക്. വി നീഡ് ടു ഗോ മൈക്രോ ഓൺ ദിസ്, അത് സംശയമേ ഇല്ല. അങ്ങനെ മൈക്രോ ലെവലിൽ പോയിട്ടുള്ളതാണ് ഹ്യൂംസിൻ്റെ സ്റ്റഡി. അപ്പോൾ അത് നോക്കുക, ഈ 2 മാസം ജൂൺ 1 മൺസൂൺ ഓൺസെറ്റ് ടു ജൂലൈ 31 ഈ ഇമ്പാക്റ്റ് നടക്കുന്ന സമയം വരെ ഓൾമോസ്റ്റ് വയനാട്ടിൽ ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ മുഴുവനും അവർ വാണിംഗ് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ മുഴുവനും 4000 mm ഒക്കെയാണ് മഴ പെയ്തിട്ടുള്ളത്. ഒരു വർഷം പെയ്യുന്ന മഴയാണ് 2 മാസത്തിൽ പെയ്തിരിക്കുന്നത്. ഒരു മാസം അല്ലെങ്കിൽ 15 days 20 days ഒക്കെ കൊണ്ട് പെയ്യേണ്ട മഴയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പെയ്യും, 2 ദിവസം കൊണ്ട് പെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി ഹെവി പ്രസിപ്പിറ്റേഷൻ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സൂപ്പർ സാച്ചുറേഷൻ ഓഫ് ദ സോയിൽസ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് റോക്കിൻ്റെ മുകളിലുള്ള നമുക്കറിയാമല്ലോ, നമുക്ക് ഈ പ്രതലങ്ങൾ പഠിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ കൂട്ടത്തിൽ നല്ല വെതർ സയൻറ്റിസ്റ്റുകളുണ്ട്, നല്ല ജിയോളജിസ്റ്റുകളുണ്ട്, പൊതുസമൂഹത്തിനോട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഈ റെസ്ട്രിക്ഷൻ നടത്തുമ്പോഴാണല്ലോ അതൊന്നും വരാതിരിക്കുന്നത്. വെച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ അറിയാം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഊഹമുണ്ട്. സാധാരണ മനുഷ്യർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ അത് അറിയാം. അപ്പോൾ മേൽമണ്ണും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ചെറിയ റോക്സും വലിയ റോക്സും എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു ഹാർഡ് റോക്ക് റീജിയൻ്റെ മുകളിലുള്ള എല്ലാം കംപ്ലീറ്റ്ലി സോക്ഡാണ്. അപ്പോൾ താഴെ വീഴാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. പിന്നെ മറ്റ് കണ്ടീഷൻസ് നേരത്തെ ഡോക്ടർ അമ്പിളിയും ഡോക്ടർ താരയും പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോയിലിൻ്റെ കോമ്പാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഗ്രാവിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട്, സ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഹിസ്റ്ററി ഓഫ് ഇൻ്റർവെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഓരോന്നാണ്. കവളപ്പാറയിൽ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് ഇൻ്റർവെൻഷൻസ് ഉള്ള സ്ഥലമായിരുന്നു. പുത്തുമലയിൽ സംഭവിച്ചിട്ടുള്ളത് അത്ര ഇൻ്റർവെൻഷൻസ് ഇല്ല, പക്ഷേ നാച്ചുറലി ഇങ്ങനെ ഒരു പ്രോസസ്സിൽ വരാം. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഇനി പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇത് താഴെ
ഇങ്ങനെ ഇത്രയും സ്റ്റോക്ക് ചെയ്തിട്ട് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉള്ളപ്പോൾ വൈ വാസ് ദർ നോ സിസ്റ്റം ഓർ നോ സെൻസ് ഓഫ് പ്രിപ്പയർഡ്നെസ്, ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിലേക്ക് ഞാൻ റീവിസിറ്റ് ചെയ്യാം. ഇത് മാൻമെയ്ഡ് ആണോ അല്ലെങ്കിൽ പ്രകൃതിയാൽ സംഭവിച്ചതാണോ? അത് ഭയങ്കര ഒരു മിക്സഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഇവരെല്ലാം പറഞ്ഞത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ അറബിക്കടലിൽ ചൂട് കൂടുന്നതും ഇങ്ങനൊരു പ്രതിഭാസം ഉണ്ടാകുന്നതും മാൻമെയ്ഡ് അല്ല, അത് കൃത്യമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ ക്ലൈമറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പാരീസ് കോൺഫറൻസ്, ഗ്ലാസ്ഗോ കോൺഫറൻസും കഴിഞ്ഞപ്പോൾ ഒരു സെറ്റിൽഡ് പൊസിഷനാണ്, സയൻസ് സെറ്റിൽഡ് പൊസിഷനാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്, ലാർജ്ലി ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ്. അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ഈ പ്രതിഭാസം, അറബിക്കടലിൽ ചൂട് കൂടുന്നത്, ചുഴലിക്കാറ്റുകൾ കൂടുതൽ ഉണ്ടാവുന്നത്, ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ വെതർ കാലാവസ്ഥയുടെ പ്രതിഭാസങ്ങൾ വ്യത്യസ്തമായി വരുന്നത് മനുഷ്യൻ ഇൻഡ്യൂസ് ചെയ്തത് തന്നെയാണ്. ആ മനുഷ്യൻ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളിൽ നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ ലാർജ് ഡൈമെൻഷനിലാണ്. കറക്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ അത്തരത്തിൽ തന്നെ ഇൻ്റർവെൻഷൻസ് വേണ്ടി വരും. അത് കുറേ കൂടെ കാലമെടുത്ത് മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊക്കെ ഗവൺമെൻറ് ചെയ്യുന്ന ഇപ്പം നെറ്റ് സീറോയിലേക്ക് പോകുന്നത് അടക്കം, കാർബൺ ന്യൂട്രൽ അടക്കം, അങ്ങനത്തെ കുറേ ഇനിഷ്യേറ്റീവ്സിലൊന്നും അതിലൊക്കെ കുറേ ശരികളുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോഴും ഇപ്പോഴും നമ്മൾ ഈ ഇൻ്റർവെൻഷൻസ്, അതായത് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ചില ഉദാഹരണങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ടൂറിസം, 10 ലക്ഷം ആൾക്കാർ ആ പ്രദേശത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരൊന്നും ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്തിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടതല്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് സഞ്ചരിക്കുമ്പോൾ മുഴുവനും കാർബൺ കത്തിച്ചും പെട്രോൾ കത്തിച്ചും ഒക്കെ തന്നെയാണല്ലോ അവിടെ വരെ പോകുന്നത്. സോ നമ്മൾ കൂടുതൽ ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഇഷ്യൂ ഉണ്ട്. സ്പെസിഫിക്കലി ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത് മഴ പെയ്തിട്ടും ഇങ്ങനെ സംഭവിച്ചതായിരിക്കാം. പിന്നെ ഉള്ളത് ഈ കാഷ്വാലിറ്റീസാണ്, താഴോട്ടുള്ള. അവിടെയാണ് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ടാണെങ്കിലും നമ്മൾ പറയേണ്ടത്. അത് ഈ അവസരത്തിൽ പറയണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെയും ഒരു ഇവാക്യുവേഷൻ പ്ലാൻ ആൻഡ് പ്രോട്ടോകോൾ അണ്ടർ എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എയ്തർ അതില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഫങ്ഷണൽ അല്ലായിരുന്നു ടോട്ടൽ, അല്ലെങ്കിൽ വളരെ ആർബിട്രറി ആയിട്ടാണ് അത് നടക്കുന്നത്. ഇപ്പോഴും 2019 തോന്നുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ റീവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതിനെ തുടർന്ന് ജില്ലാതല പ്ലാനുകളുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രാദേശികമായിട്ട് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ പഞ്ചായത്തുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് SDMAക്ക് സബ്മിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ആ പഞ്ചായത്തുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടണം എന്ന് 2020 പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്. 2005 മുതലേ പ്ലാനുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് 2018 ശേഷമുള്ള എമർജൻസിയാണ്. 18 നമുക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയം വന്നു. അപ്പം നമുക്കറിയാം നൗ വി ആർ ഇൻ റിയൽ ഡേഞ്ചർ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സുകളാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് പോലും സോ അറ്റ്ലീസ്റ്റ് 5 years വി ഹാഡ്, 4 to 5 years. വാട്ട് ഈസ് എ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് പ്ലാൻ? ഈ നമ്മൾ തന്നെ എത്രയോ വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്. ദേശീയ വർക്ക്ഷോപ്പ്, സംസ്ഥാന വർക്ക്ഷോപ്പ്, അന്തർദേശീയ വർക്ക്ഷോപ്പ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഫണ്ടമെൻ്റൽ ഒരു ക്വസ്റ്റ്യൻ, അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഫാമിലി ഇങ്ങനെ ഉരുൾപൊട്ടൽ വരും എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ നോളജ് സൊസൈറ്റിയുടെയും, നോളജ് സൊസൈറ്റി ആണല്ലോ കേരളം, ഇഗാലിറ്റേറിയൻ നോളജ് സൊസൈറ്റി, ഇഗാലിറ്റേറിയൻ നോളജ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് എന്ത് കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ പ്രബുദ്ധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകളിലൂടെ എത്തിയിട്ടുള്ളവർക്ക്? അത് എത്തുമ്പോൾ അവർക്ക് എന്ത് അർത്ഥമാണ് അവർക്ക് ഉണ്ടാവേണ്ടത്? ഒരു ഡെസിഷനാണ് അവരെടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ഇവാക്യുവേഷൻ ആണോ അവരത് പറഞ്ഞത്? അങ്ങനെ ചെയ്യാത്തവരെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സോ പ്രോട്ടോക്കോളോ ഉണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഡ്രിൽസ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ അങ്ങനെ ചെയ്യേണ്ടതല്ലേ?